ഉണ്ടോ? ആ പേരുള്ളവരുണ്ടോ ഈ സദസ്സിൽ? അമ്പിയാക്കളുടെ പേര് ആർക്കെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. ഒരാള് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മുഹമ്മദ് എന്നുള്ള പേരുള്ളവരുണ്ടോ? മുഹമ്മദ്. പിന്നെന്താ ഇപ്പൊ കൈ ഉയർത്തും? മുഹമ്മദ് എന്നുള്ള പേരിന്റെ അമ്പിയാക്കളുടെ പേരല്ല, പിന്നെന്താ നേരത്തെ കൈ ഉയർത്തും? സെപ്പറേറ്റ് ചോദിക്കട്ടെ എന്ന് കരുതി. അല്ലാഹു സ്വീകരിക്കട്ടെ. മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇടുന്നതിന് ഭയങ്കര മഹത്വമാണ്. നമ്മളാരും ഇത് ശ്രദ്ധിക്കാറില്ല. മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇടുക. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഖദ് ജഹില. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും 3 മക്കളുണ്ടായിരിക്കെ അതിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേരവൻ വെച്ചിട്ടില്ല എങ്കിൽ, മൻ കാന ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ, 3 മക്കളുണ്ട്, 3 മക്കൾ ഒരാൾക്കും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ജഹില, അവന് പേരിടുന്ന വിഷയത്തിൽ വിവരമില്ലാത്തവനാണ് ഹബീബായ റസൂലുള്ളാഹി. അവൻ ആ വിഷയത്തിൽ അജ്ഞനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി 3 മക്കളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തിടണം? മുഹമ്മദ് പേരിടണം. ഒരാൾക്കെങ്കിലും ഇടണം. എന്തുകൊണ്ട് ഞാനിതൊക്കെ പറയുന്നത്? ഉസ്താദേ, നമുക്കറിയില്ലായിരുന്നു. നമുക്ക് 15 മക്കളുണ്ട്, ഒരുത്തനും ഈ പേരിട്ടിട്ടില്ല. നമ്മളാരോടും ചോദിക്കുന്നില്ല. ആലിമീങ്ങളോടും ദീനിന്റെ അഹ്ലുകാരോടും നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. ഒക്കെ നമുക്കറിയാം. മിക്ക ആളുകളും കച്ചവടം ചെയ്ത് കുടുങ്ങി പലിശയുമായി ബന്ധപ്പെട്ട് തകർന്ന് തരിപ്പണമാകുമ്പോൾ ഓടി വരും, മുസ്ലിയാരെ ഒരു മുട്ട മന്ത്രിച്ച് തല ഒന്ന് ഊതി തരണം, നമ്മളാകെ തകർന്നിരിക്കുകയാണ്. അപ്പോഴാ മുസ്ലിയാര്. അതിനു മുമ്പ് മുസ്ലിയാരില്ല. കട ഉദ്ഘാടിക്കാൻ കൊണ്ടുപോയത് സിനിമാ നടിയായിരുന്നു, ചെണ്ടമേളമായിട്ട്. യാ അല്ലാ, മനസ്സിലായില്ല? അപ്പൊ മുസ്ലിയാരെ വേണ്ടായിരുന്നു. അന്ന് മുസ്ലിയാരെ സുബൈ കഴിഞ്ഞിട്ട് ഷട്ടർ പകുതി താഴ്ത്തിയിട്ട് അടിയിൽ കൂടെ എരച്ചകത്ത് കയറ്റിയിട്ട് അരന്റെ വെളിച്ചത്തിൽ ഒരു യാസീൻ വെച്ചിട്ട് 100 രൂപ ചുരുട്ടി കൈ കൊടുത്തിട്ട് ഹാജിയാര് പറഞ്ഞു വിട്ട് 10 മണിയായപ്പോഴത്തേക്ക് ഐശ്വര്യ റായി കൊണ്ടുവന്ന് കട ഉദ്ഘാടിച്ച ചെണ്ടമേള കെട്ടി കെട്ട 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 എല്ലാം നശിച്ച് തകർന്ന്. പിന്നെ മുസ്ലിയാരുടെ തോടി വരും, മുസ്ലിയാരെ കോഴിമുട്ട അല്ല തലേ വെക്ക് ഊത്. അതാണ് നമ്മുടെ പരിപാടി. നമുക്കതാണ് അവസ്ഥ. അല്ലാഹു കാക്കട്ടെ. ചിന്തിക്കണേ. മുഹമ്മദ് എന്നുള്ള പേരിന്റെ മഹത്വമാണ്. മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഖാല മാലികുൻ മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റുസിഖൂ റിസ്ഖ ഖൈർ. മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ള സർവർക്കും നല്ല റിസ്ഖ് ഉണ്ടാകുമേ എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും കുഴിമന്തി കിട്ടും, കുഴിമാന്തുന്നത് വരെ. മനസ്സിലായില്ലേ? അല്ലേ ഷാബു? ഷാബുവിന് ഭയങ്കര ഇഷ്ടമാണ് കുഴിമന്തി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇന്നിപ്പോ ഇവിടെ കഴിച്ചതും അത് തന്നെയാണ്, കുഴിമന്തി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എല്ലാവരും കുഴിമന്തിയുടെ ആൾക്കാരാണ്. അറീമിലൊക്കെ പോയിട്ട് നല്ല കുഴിമന്തി അടിക്കുന്ന ചെക്കന്മാരുണ്ട് ഇവിടെ, അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉള്ളവരെന്ന് കൈ ഉയർത്തിക്കുക. അത് എത്ര പേരുണ്ടെന്ന് നോക്കണ്ട. അതാരും പൊക്കൂല ഫുഡിന്റെ കാര്യം. കണ്ടാ? അല്ലാഹു കബൂലാക്കട്ടെ. പയ്യൻ മാത്രം പൊക്കി. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ഫുഡ് കഴിക്കാത്ത ആൾക്കാരാ. കുഴിമന്തി അറിയില്ലേ? കുഴിമന്തി. ഓ, ഞങ്ങൾക്ക് കുഴിയാനേ അറിയുള്ളൂ ഉസ്താദേ, കുഴിമന്തി ഒന്നും അറിയാത്തവര് പാവങ്ങൾ. അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ട്, വിളിച്ചു വെച്ചു. നാളെ സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം ഏതാണ്? ഇതൊരു 10 ദിവസം കൂടി വാല് പറയേണ്ടി വരുമല്ലോ. സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് ഏതാണ്? വലിയൊരു മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഓ സാധേ, മീന വലിയ പാടാ, ഞങ്ങൾ മീൻ കഴിക്കാത്ത കൂട്ടത്തിലാ എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ കഴിച്ചിട്ടുള്ള മീനൊന്നും അല്ല, സ്വർഗത്തിലെ മീനാണിത്. സുബ്ഹാനല്ലാഹ്, ടേസ്റ്റ് കൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ല. സ്വർഗാവകാശികൾക്ക് മുഴുവനും സ്വർഗത്തിലേക്ക് കടന്ന ഉടനെ ആദ്യം സുപ്രവിരിക്കും. എല്ലാവർക്കും ഫുഡുണ്ട്. ആദ്യം കൊടുക്കുന്ന ഫുഡ് ഏതാണെന്ന് അറിയാം? എന്താ? നമ്മൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്തൊരു മീനിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും. ആദ്യത്തെ ഫുഡ് അതാണ്. ഭയങ്കര രസമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
കഴിക്കണ്ടേ? വേണോ വേണ്ടയോ? ഇൻഷാ അല്ലാഹ്. അത് പറഞ്ഞപ്പോൾ എനർജി ഉണ്ട്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ കുഴിമന്തി കഴിക്കുന്നവരാണോ അല്ലേ എന്നുള്ളത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് മുഴുവൻ ആളുകൾക്കും, ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ പേരിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും ഫുഡ് ഉണ്ടാവും, ഫുഡ് മുടങ്ങൂല. മുഹമ്മദ് എന്നുള്ള പേരിന്റെ ബറക്കത്താണ്. പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ മുഹമ്മദ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അവന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹ് ഈ വീട്ടിൽ ആഹാരം കിട്ടുന്നു. നാളെ മുതൽ ഇത് കേട്ടിട്ട് അവൻ പള്ളി പോകാതിരിക്കണ്ട. നമ്മുടെ പേരിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടും, കഴിക്കാൻ ഞാൻ പോകുന്നില്ല എന്ന് പറയണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. മുഹമ്മദ് എന്നുള്ള പേര് ആര് പറഞ്ഞതാ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. വകാന അഹ്ലുൽ മദീനത്തി യതജറബൂന ബിദാലിക, മദീനക്കാർ ഇതുകൊണ്ട് അവർ പരിശീലിക്കുമായിരുന്നു. കുട്ടിക്ക് ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്നുള്ള പേര് വെക്കും, വീട്ടിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാവും മുഹമ്മദ്. അതുകൊണ്ടല്ലേ അറബികൾ സൗദിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവർക്ക് വലിയ ഇഷ്ടമാണ്. യാ ബാ മുഹമ്മദ്, ബാ മുഹമ്മദ്, യാ അല്ലാഹ്, ഏയ് ബാ മുഹമ്മദ്, ബാ മുഹമ്മദ്, ബാ മുഹമ്മദ് എന്ന് അവർ വിളിക്കുക. മുഹമ്മദ് എന്നുള്ള പേര് വലിയ ഇഷ്ടമാണ് അവർക്ക്, വലിയ ഇഷ്ടമാണ്. മൂത്ത കുട്ടിയുടെ പേരിലേക്ക്, അത് ആരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരിലേക്ക് ചേർത്തിട്ട് അബു എന്ന് ചേർത്ത് വിളിക്കും. അതും അറബി ശൈലിയാണ്, നബിതങ്ങൾ പഠിപ്പിച്ചൊരു ശൈലിയാണ്. അപ്പൊ നമ്മുടെ ദക്ഷിണേന്ത്യ ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ പ്രസിഡന്റ് ചേലക്കുള ഉസ്താദ്, അല്ലാഹു ഉസ്താദിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉറക്കാമ്യം പറയും, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ധാരാളം ദീനിനെ ദഅവത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം, നല്ലൊരു ആബിദാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ടവർക്കുടെ പേരെന്താ? അബുൽ ബുഷ്റ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അബുൽ ബുഷ്റ, ബുഷ്റ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ പേരാണ്. അബുൽ ബുഷ്റ, ബുഷ്റയുടെ പിതാവ് അല്ലേ അബുൽ ബുഷ്റ. ജലകുലുസ്ഥാനെ വിളിക്കുന്ന അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ വിളിക്കാം. മൂത്ത കുട്ടിയുടെ, അതാ ആണായാലും പെണ്ണായാലും ആ കുട്ടിയിലേക്ക് ചേർത്തിട്ട് വിളിക്കാം, അതൊക്കെ പറ്റും. പക്ഷെ പേര് നന്നാക്കണം നമ്മൾ, അത് മസ്റ്റാണ്, നിർബന്ധമായ ഒരു കേസ് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ നാദാ മുനാദിൻ ഫിസ്സമാ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ഹദ്റത്തിനെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന വിളിക്കുകയാണ്, അലാ അറിയണേ, ലിയഖും എഴുന്നേൽക്കണേ, ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്നുള്ള പേരുള്ളവരൊന്ന് എഴുന്നേൽക്കണേ. കോടിക്കണക്കിന് ജനവിഭാഗങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ എഴുന്നേൽക്കുകയാണ്. അവരോട് മലക്കുകൾ വിളിച്ചു പറയുകയാ, ഫല്ലദുഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കണേ, കടക്കണേ. മുഹമ്മദ് എന്നുള്ള പേരുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുമേ, കടത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്നുള്ള പേരിന്റെ ബർക്കത്താ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മക്കൾക്ക് അതൊക്കെ വെക്കണം. അതേ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചില്ല, എന്നാ ഇനി ശ്രദ്ധിച്ചോ. നമുക്ക് പരിചയത്തിലുള്ള മുഹമ്മദ് എന്നുള്ള പേര് മാത്രം വെക്കുന്നതാണ് ഈ പറഞ്ഞത്. ഇനി അത് ആ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മൾ ചേർത്തെങ്കിലും വെച്ചോ. അല്ലേ, കേരളത്തിലുള്ള ഒരു നടൻ, അദ്ദേഹം അമേരിക്ക എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഓഫീസർ തടഞ്ഞു വന്നാണ്. മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം പാസ്പോർട്ടിൽ. തടഞ്ഞു. അല്ല തീവ്രവാദിയാണോ ശരിക്കും പരിശോധിച്ചവർ. ഇവിടെ വന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, പേരിൽ കൊണ്ടാണ് അങ്ങനെ വിഷയം ഉണ്ടായത്. മുഹമ്മദ് കുട്ടി, മുഹമ്മദ് എന്നുള്ള പേര് ഇട്ട പോലെ തീവ്രവാദിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും അങ്ങനെ ആവുമോ? പടച്ചോനെ പേടിക്കണ്ട, നീ ഈമാൻ വെച്ചോ നിന്നോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അല്ലാഹുവിനെ ശരിക്കും നീ പേടിച്ചാൽ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും നിന്നെ പേടിക്കും. നീ അള്ളാഹയെ പേടിക്കണം. പേടിക്കുന്നു പറഞ്ഞിട്ട് വൈകിട്ട് ആരും കാണാതെ സിനിമ കാണാൻ പോകണ്ട. അള്ളാഹയെ പേടിച്ചാൽ അള്ളാഹു ലോകത്തുള്ള എല്ലാവരും നിന്നെ പേടിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നകും സതുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഹസിനൂ അസ്മാഅകും. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ ഹദ്റത്തിൽ നിങ്ങളെ വിളിക്കപ്പെടുക നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ചേർത്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ മഹ്ശറിൽ വിളിക്കുക ഇന്നാലിന്റെ മനുഷ്യന്റെ മകനെ എന്ന് വിളിക്കുക, അല്ലാതെ ലീഗ് ജംഗ്ഷനിലുള്ള ചെറുപ്പക്കാരെ വാ എന്ന് വിളിക്കൂല.
വാപ്പയുടെ പേരും നിന്റെ പേരും കൂടെ ചേർത്തിട്ടായിരിക്കും മഹ്ശറ വിളിക്കുക. ഓരോരുത്തരെയല്ലേ വിചാരണ ചെയ്യുന്നത്, ഓരോരുത്തരെ വിളിക്കുക. إنكم ستدعون يوم القيامة بأسمائكم وبأسماء آبائكم فاحسنوا أسماءكم. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ ഹദ്റത്തിൽ നിങ്ങളെ വിളിക്കപ്പെടുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പയുടെ ചേർത്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പേരൊക്കെ ഫാഷനാക്കുന്ന കാലഘട്ടമാണ്. വാപ്പാടെ പേര് ഷുക്കൂർ, ഉമ്മാടെ പേര് ജമീല എന്നാണെങ്കിൽ ആദ്യത്തെ 2 അക്ഷരം കൂടി ചേർത്തിട്ട് ഷുജു എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. വാപ്പാടെ പേര് ഷുക്കൂർ, അപ്പൊ ഷു, ജമീല, ജീമ്, ഷുജുമോനെ എന്ന് വിളിക്കുക. എളുപ്പമുണ്ടല്ലോ, ഒരു ഫാഷനായി പോയി. അതിനൊന്നും അർത്ഥമൊന്നും ആർക്കും ചിന്തിക്കണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു യുഗമാണ്. എന്തെങ്കിലും വിളിക്കുക, പേരെന്തെങ്കിലും വിളിക്കണം, അതാണ് അവസ്ഥ. അങ്ങനെ ആകാൻ പാടില്ല. പേരിന് വലിയ മഹത്വമുണ്ട്, മനസ്സിലായിക്കും. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ വാപ്പ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മസ്മുക, പേരെന്താണ് ചെറുപ്പക്കാരാ, പേരെന്താണ് സഹോദരാ? എന്റെ വാപ്പ പറഞ്ഞു, ഇസ്മി ഹസനുൻ, എന്റെ പേര് ഹസൻ എന്നാണ്. ഹസൻ എന്നാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഃഖം എന്നാണ്. ആ പേരിന്റെ മലയാള അർത്ഥം എന്താണ്? ദുഃഖം എന്നാണ്. ദുഃഖം മോശം പേരാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആ പേരങ്ങ് മാറ്റിക്കോ, അന്ത സഹിലുൻ, നിന്റെ പേര് സഹിൽ എന്നാണ്. സഹിൽ എന്ന് പറഞ്ഞാൽ എളുപ്പം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. സഹിൽ എന്ന പേരിട്ട് കൊടുത്തു നബി തങ്ങൾ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ പേര് വേണ്ട, ഞാൻ എന്റെ പേര് മാറ്റൂല, കാരണം എന്റെ വാപ്പയിട്ട പേരാണ്. അല്ലാഹു ആര് പറഞ്ഞാലും നമ്മൾ മാറ്റൂല. അതിനുണ്ട് ചില ആൾക്കാർക്ക് വാപ്പയോട് വല്ലാത്തൊരു പിരിശം. എന്റെ വാപ്പയിട്ട പേരാണെന്ന് പറഞ്ഞ് നബിയുടെ മുന്നിൽ വെച്ച് തർക്കിച്ചു. നബി പറഞ്ഞ ഓക്കെ, കേട്ടോളാൻ പറഞ്ഞു. പേര് മാറ്റിയിട്ട് കൊടുത്ത ആ പേര് സ്വീകരിച്ചില്ല. സഹിൽ എന്ന പേര്, സഹിൽ എന്ന് പറഞ്ഞാൽ എളുപ്പം ചെയ്യുന്നവനാണ്. ആ പേര് മാറാതെ ഹുസൻ, ദുഃഖം എന്നുള്ള പേര് അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പോയി. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വാപ്പ റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പേര് മാറാത്തതിന്റെ കാരണത്താൽ ഫമാ സാലത്ത് ഫീനാ ഹുസ്നുൻ, ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖമാണ്. ഞങ്ങളുടെ ജീവിത കാലഘട്ടം മുഴുവനും ദുഃഖമായിരുന്നു. ഞങ്ങൾ വിരഹത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. വാപ്പ പേരൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇത്രമേൽ പ്രശ്നമില്ലായിരുന്നു. ആ പേര് മാറ്റാത്ത കാരണത്താൽ ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖമാണ്. സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, കുടുംബമഹിമയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ എപ്പോഴും ദുഃഖമാണ്. ആ പേര് അന്യർത്ഥമായി അങ്ങനെ തന്നെ നിലകൊണ്ടു. ഞങ്ങൾക്ക് സമ്പത്തൊക്കെ ഉണ്ട്, ഒരുപാട് പൈസയുണ്ട്. ചില ആളുകൾ അങ്ങനെയാണല്ലോ, വലിയ പണക്കാരായിരിക്കും, പക്ഷെ എപ്പോഴും മനക്ലേശമാണ്. എപ്പോഴും അദ്ദേഹം മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ആയി മാറി. ഞങ്ങളുടെ കാലഘട്ടം മുഴുവൻ അങ്ങനെയായിരുന്നു. ജീവിതം മുഴുവൻ ദുഃഖമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാ സഹോദരങ്ങളെ പേരിടേണ്ടത്? ഒരു കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് പേരിടൽ കർമ്മം നടത്തേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കും, മസലയാണ് ഈ പറയുന്നത്. ഒരു കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് പേരിടൽ കർമ്മം നടത്തേണ്ടത്. അന്ന് തന്നെയാണ് കുട്ടിയുടെ പേരിൽ അഖീഖ അറക്കേണ്ടത്. അന്ന് തന്നെയാണ് കുട്ടിയുടെ തലമുണ്ടനം ചെയ്യേണ്ടത്, തലമുടി നീക്കം ചെയ്യേണ്ടത്. ഇതൊക്കെ ക്രമപ്രകാരം ചെയ്യണം. 7-ന്റെ അന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ മകന് മുഹമ്മദ് എന്ന പേര് വെച്ചിരിക്കുന്നു. കഴിഞ്ഞു, പേരിടൽ ക്രമം കഴിഞ്ഞു. മുഹമ്മദ് എന്നാണ് പേരിടുന്നതെങ്കിൽ ഇനി ആ മുഹമ്മദിനോട് ചേർത്ത് വേറെ എന്തെങ്കിലും പേരോ അല്ലാത്ത പേരോ നിനക്ക് നല്ല ദീനിയായ പേരിടാം. അബ്ദുറഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിൽപ്പെട്ടതാണ് അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതല്ലാത്ത നല്ല പേരുകൾ അതൊക്കെ ഒരുപാട് പേർക്കുണ്ടല്ലോ എന്ന് പറയുന്നവർ വേറെ പേരും അലിമീങ്ങളോട് ചോദിച്ച് നല്ല പേരിട്ടോളി. അള്ളാഹു തൗഫീഖ് തരട്ടെ. മോശപ്പെട്ട പേരാണെങ്കിൽ മാറ്റണം. ഇപ്പൊ പറഞ്ഞതുപോലെ ദുഃഖം, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അത് മാറ്റണം. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരിന്റെ അർത്ഥം ആലിമീങ്ങളോട് ചോദിക്കണം. 2 മസല പറയാണ്, നല്ലതുപോലെ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഞാൻ നിർത്താൻ 5-10 മിനിറ്റിനുള്ളിൽ വയത് കഴിയും, വേറെ കൂടുതൽ നീട്ടൂല. നാളെ നോമ്പും കൂടിയാണ്ട് ഞാൻ അധികം നീട്ടൂല. നല്ലതുപോലെ ശ്രദ്ധിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഉലമാക്കൾ നമുക്ക് വിശദീകരിക്കുന്നു, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഒരു കുട്ടിയുടെ പേരിട്ടത് 7-ന്റെ അന്ന് അതിന് ശേഷം പിന്നീട് നടത്തേണ്ട കർമ്മം അഖീഖയുടെ കർമ്മമാണ്. അഥവാ അറവ് നടത്താണ്. കുട്ടിയുടെ പേരിൽ നടത്തുന്ന അറവിനാണ് എന്തെന്ന് പറയുന്നത്? അഖീഖയുടെ അറവ് എന്ന് പറയുന്നത്.
അത് ഉളഹിയത്തിന്റെ മൃഗത്തിനുണ്ടാകുന്ന നിബന്ധന എന്തൊക്കെയുണ്ടോ അതേ നിബന്ധന ഈ മൃഗത്തിനും ഉണ്ടായിരിക്കണം. അഥവാ വയസ്സ് 2 വയസ്സ് എത്തിച്ചിരിക്കണം. നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടാണെങ്കിൽ 2 വയസ്സ് എത്തിച്ചിരിക്കണം. കോലാട് എന്നാണ് അതിന് പറയുക. മാടാണെങ്കിൽ 2 വയസ്സ് എത്തിച്ചിരിക്കണം. 2 വയസ്സ് എത്തിച്ചിരിക്കുക തന്നെ വേണം. അത് ശ്രദ്ധിക്കണം. മിക്ക ആളുകൾ നല്ല ഇളത്ത പോത്താണ്ട് മുസ്ലിയാരെ റാഹത്ത നല്ല ഇറച്ചിയെ വരട്ടി വെച്ചാൽ നല്ല രസം എന്നൊക്കെ പറഞ്ഞ് 1 വയസ്സുള്ളതിനെ കറക്കുന്നവരുണ്ട്. ഒലുഹിയത്തും കിട്ടൂല, അക്കീക്കയും കിട്ടൂല. മനസ്സിലാക്കും. ഇറച്ചി കിട്ടും, നല്ല ഇളത്ത ഇറച്ചി, വേറൊന്നും ഉണ്ടാവൂല. ഏതുപോലെ നിസ്കരിക്കുന്നുണ്ടാവും, ഒതുമില്ല നിസ്കരിച്ച പോലെ ഉണ്ടാവും. കാരണം ഒതു എന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ 2 വയസ്സെത്തുക എന്നുള്ളത് എന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ആ നിബന്ധന പാലിക്കാതെ ഒരു ഉരുവിനെ അങ്ങ് അറുത്തു, ഒരു ആടിനെ വാങ്ങിച്ചറുത്തു, കാര്യം ശരിയാവൂല. ആൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ 2 ആടറുത്തു കൊടുക്കൽ സുന്നത്താണ്. പെൺകുട്ടിയാണ് നിനക്ക് ജനിച്ചത് എങ്കിൽ 1 ആടറുത്തു കൊടുക്കൽ സുന്നത്താണ്. ഇനി 1 ആടറക്കാനേ നിനക്ക് ശേഷിയുള്ളൂ, ആൺകുട്ടിയാണ് ജനിച്ചത്, എന്നാൽ അൽഹംദുലില്ലാഹ് ഉള്ളതറത്തോളിൽ അല്ലാഹു കബൂലാക്കട്ടെ, അതിന്റെ കൂലി നിനക്ക് ലഭിക്കും. ഇനി അതല്ല, ചിലർക്ക് അല്പം കൂടി കാശുണ്ട്, അപ്പൊ അയാൾ വിചാരിച്ചു ഞാൻ ഒരു പോത്തിനെ തന്നെ ഇറത്തേക്കാം. എന്നാൽ 2 വയസ്സെത്തിച്ച ഒരു പോത്ത്, അതെങ്ങനെ വയസ്സറിയ ഉസ്താദ്? അതിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? അതിനോട് ചോദിച്ചാൽ അറിയൂല. അത് അതിന്റെ അഹ്ലികാരോട് ചോദിക്കണം, അത് വിൽക്കാൻ വെച്ച വിൽപ്പനക്കാരോട് ചോദിക്കണം. ഇതിന് എത്ര വയസ്സുണ്ട്? കച്ചവടക്കാര് ശ്രദ്ധിച്ചോ, പോത്ത് കച്ചവടം നടത്തുന്നവനും മൃഗ കച്ചവടം നടത്തുന്നവനും ഒക്കെ ശ്രദ്ധിച്ചോ, ഏത് കച്ചവടമായിരുന്നാലും കളവ് പറയാൻ പാടില്ല. ചിലര് പറയും 2 വയസ്സോ, ഈ ശരിക്കും നോക്കടാവേ 3 വയസ്സുണ്ട് കണ്ടില്ലേ എന്ന് പറയാണ് ചിലവന്മാര്. സംഭവം അതിന് 1/2 വയസ്സേ ആയിട്ടുള്ളൂ. കച്ചവടം നടന്ന് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി പെരുന്നാളിന്റെ സമയത്തൊക്കെ നടത്തുന്ന ഉടായ്പ പരിപാടികളുണ്ട്. കച്ചവടക്കാർ ശ്രദ്ധിച്ചോ. ഞാൻ മുമ്പൊരു പ്രസംഗത്തിൽ പറഞ്ഞ യൂട്യൂബിലുണ്ട് കച്ചവടക്കാർ സൂക്ഷിക്കുന്നതിനെ പറ്റി. ഞാനിപ്പോൾ അത് പറയുന്നില്ല, സമയം പോകുകൊണ്ടാണ്. വെറുതെ അങ്ങോട്ട് അതീസോതി പോയാൽ ഒരുപാട് പോകും. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇത് സംഭവം കറക്റ്റാണ്, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്തവൻ അങ്ങനെ അല്ല എങ്കിൽ ആ കച്ചവടം അവന് നാശമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആളുകൾ പറയും അള്ളാഹെ തന്നെ സൂപ്പർ സാധനമാണ്. നമ്മൾ പറയുന്നത് ഒരു 2 വയസ്സെത്ത് കഴിഞ്ഞോട്ടോ, ഒന്നുകൊണ്ട് നോക്കണ്ട, യാ അല്ലാഹ് ഉളുഹിയത്തറത്തോ ഒക്കീക്കറത്തോ എന്നൊക്കെ പറഞ്ഞ് കച്ചവടക്കാർ പറയും. കച്ചവടക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അള്ളാഹിന്റെ മുന്നിൽ നിങ്ങൾ ഹിസാബ് പറയണം. അപ്പൊ 2 വയസ്സെത്തിയതാകുന്ന ഉരുവിനെ കൊണ്ടുവന്നു. എന്റെ മകൻ മുഹമ്മദിന്റെ സുന്നത്തായ അക്കീക്കെ ഞാൻ വീടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ തന്നെ അതിനെ അറക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അറക്കുകയോ ചെയ്യുക. കഴിയുമെങ്കിൽ അവിടെ സന്നിഹിതനാകുക. ആ അറവ് നടത്തിയതിന് ശേഷമാണ് പിന്നീട് കുട്ടിയുടെ തലമുണ്ടനം ചെയ്യേണ്ടത്, തലമുടി നീക്കം ചെയ്യേണ്ടത്. ഒരുപാട് ആളുകൾ അശ്രദ്ധ പതിപ്പിക്കുന്ന വിഷയമാണ്. ഉരുവിന്റെ കഴുത്തിൽ കത്തിവെക്കും, അതേ സമയത്ത് തന്നെ കുട്ടിയുടെ തലയിലും കത്തിവെക്കും. അങ്ങനെ വെക്കുന്നവരുണ്ട്. അതൊക്കെ തെറ്റാണ്, പൊട്ടത്തരാണ്. ഇതിനൊക്കെ തർത്തീബുണ്ട്, ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. പേരിടൽ കർമ്മം, 2ാമത് അഖീഖ, അതിനുശേഷം കുട്ടിയുടെ തലമുണ്ടനം ചെയ്യാൻ. അഖീഖയുടെ അറിവ് കഴിഞ്ഞു, എന്നിട്ട് പിന്നെ തലമുണ്ടനം ചെയ്യാൻ. തലമുടി നീക്കം ചെയ്തതിനു ശേഷം 7 ദിവസമായിട്ടുള്ളൂ ആ കുട്ടിയുടെ തലമുടി. നമുക്കറിയാം വളരെ ചെറിയ ഗ്രാമം ഉണ്ടാവുള്ളൂ. സ്വർണം തൂക്കുന്നത് പോലത്തെ ത്രാസിൽ വെക്കണം, അല്ലാതെ ത്രാസിൽ വെച്ചാൽ ഒന്നും അറിയൂല. അതിനാണ് ഈ പറഞ്ഞത്. എന്നിട്ട് വെച്ചതിന് ശേഷം മുമ്പൊരാളോട് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അല്ലാതെ ത്രാസി വെച്ച് എന്നിട്ട് പറയും നമ്മുടെ കുട്ടിക്ക് തൂക്കമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ, അത് തപ്പട്ട ത്രാസാണ്. 5 കിലോ വെച്ചാലുള്ളൂ ഇത് നേരെ നിൽക്കുള്ളൂ, അങ്ങനത്തെ സാധനമാണ്. അല്ലെങ്കിൽ 5 ചക്കക്കുരു ഇടണം, അപ്പോഴേ അതിന് കറക്റ്റായിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ ചില ത്രാസുണ്ട്. ആ ത്രാസ് എടുക്കരുത്. സ്വർണ്ണമൊക്കെ തൂക്കുന്ന ത്രാസുണ്ട്, അങ്ങനത്തെ ത്രാസി വെക്കണമെന്ന് ഞാൻ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് കറക്റ്റായിട്ട് അതിന്റെ ഗ്രാം കിട്ടും. കാരണം വളരെ കുറഞ്ഞ മുടിയാണ്. ആ മുടി കഷ്ണം എടുത്ത് അതിന് മുകളിൽ വെക്കുമ്പോൾ ഗ്രാം കറക്റ്റായിട്ട് പതിയും. 2 ഗ്രാമോ 3 ഗ്രാം. ആ ഗ്രാം സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ആദ്യം കൊടുക്കണം. ആ ഗ്രാം കണക്കാക്കിയിട്ട് അതിന് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ആദ്യം കൊടുക്കണം. ഇതൊക്കെ സമൂഹം അറിയണം. മിക്ക ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് അപ്പോൾ കൊടുക്കാൻ നിനക്ക് കഴിയില്ലെങ്കിലും നീ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കും ഡയറിയിൽ. അത് കറക്റ്റായിട്ട് എഴുതി വെക്കും. കാരണം അടുത്ത വർഷം കേക്ക് മുറിച്ചിട്ട് തേച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നീ ആ ഇതിൽ ഡയറി കുറിപ്പിലോട്ട് റാഹത്തായിട്ട് നമുക്ക് എഴുതി വെച്ചേക്കും. എന്ത്, ഇവന്റെ മുടി തൂക്കിയപ്പോഴത്തേക്ക് യാ അല്ലാഹ് 3.5 ഗ്രാം. ഒരു 7 കൊല്ലം കഴിഞ്ഞിട്ട് ഇവന്റെ മുടി ഒന്ന് തൂക്കണം. അപ്പോഴത്തെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു പോത്ത് വാങ്ങാനുള്ള കാശ് കിട്ടും. ഇപ്പോഴത്തെ മുടിയുടെ തൂക്കമല്ല ഈ പറയുന്നത്. 7 ദിവസം എത്തിയ കുട്ടിയുടെ മുടിയുടെ തൂക്കം. അത് തൂക്കിയിട്ട് അതിന് സ്വർണ്ണമോ വെള്ളിയോ പിന്നീട് നിനക്ക് കഴിവാമോ കൊടുക്കുക. അപ്പൊ ഒന്ന് എഴുതി വെക്കുക. അന്ന് കഴിവാമെങ്കിൽ അന്ന് തന്നെ കൊടുത്തേക്കും. ഇതൊക്കെ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കും. കറക്റ്റായിട്ട് ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും കേക്ക് മുറിക്കും. അത് ഇസ്ലാമികമാണോ? അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല. അതൊക്കെ തീർത്തും അനിസ്ലാമികമല്ലേ? ആരാണ് ഇതൊക്കെ സമൂഹത്തിൽ കൊണ്ടുവന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് ആ ദിവസം നമ്മുടെ നാട്ടിൻപുറത്തുള്ളതാകുന്ന യതീംഖാനകളിലോ അല്ലെങ്കിൽ പാവപ്പെട്ടതാകുന്ന ദറസുകളിലോ ദീനി സ്ഥാപനങ്ങളിലോ പാവപ്പെട്ടതാകുന്ന
സഹായങ്ങൾ തേടുന്നതാകുന്ന ഏതെങ്കിലും സംഘടനകൾക്കോ നിങ്ങളുടെ മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ കൈകൊണ്ട് ആ സദക്കയും കൊടുക്കും. നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്തേക്ക്, ഒരു 10,000 രൂപ കൊടുക്ക്. ഒരു ദറസിൽ ചെന്നിട്ട് അവിടുത്തെ കുട്ടികൾക്കെല്ലാം വിളിച്ചിരുത്തിയിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്ക്. ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കുക. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു പായസ വിതരണം നടത്തും. ആ നിസ്കരിച്ചിട്ടിറങ്ങുന്ന നല്ല നല്ല സാലിഹികളാകുന്ന ആളുകൾ ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കട്ടെ. പൈസ ഉള്ളവൻ അങ്ങനെയുണ്ട്. പണ്ടങ്ങനെയുണ്ട്. മദ്രസയിൽ നമ്മൾ ചോറ് കൊടുക്കും അല്ലെ, കുട്ടിയുടെ ജന്മദിനമാകുമ്പോൾ. ഇന്നെന്താ ചെയ്യുന്നത്? കേക്ക് വാങ്ങിച്ചിട്ട് വാപ്പായും ഉമ്മായും തള്ളയും തള്ളാരും 75 വയസ്സുള്ള കാക്കായും എല്ലാം കൂടെ ഇത് തിന്ന് തീർക്കുക റാഹത്തായിട്ട്. ഷുഗർ പിടിച്ചവർക്ക് ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുക, എന്നിട്ട് ഈ കേക്ക് തിന്നുക. ഇതല്ല ഇന്ന് സമൂഹം നടക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, പേരിടൽ കർമ്മം നടത്തേണ്ടത് ഉപ്പയാണ്. അതുമായി ഏറ്റവും ബന്ധപ്പെട്ടത് ഉപ്പയാണ്. അപ്പൊ ആ 2 കാര്യവും പഠിച്ചു. ഇതൊക്കെ മസാലകളാണ്. അതുകൊണ്ടാണ് ഈ നിർത്തി പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം. അതിനാണ് ഇന്നത്തെ ദിവസം അതിന് വന്നവർക്ക് ഒരുപാട് കാര്യം കിട്ടും. നമ്മൾ വെറുതെ കളിതമാശ പറഞ്ഞതല്ല, ഇൽമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. നമുക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കടമ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കടമ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വയുഅല്ലിമുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ്. മക്കളെ ഖുർആൻ പഠിപ്പിക്കണേ, ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടണേ, ആ ഖുർആനിന്റെ വക്താക്കളാക്കണേ. ഈ 3 കാര്യങ്ങൾ മക്കളോടുള്ള കടമകളാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ആ കുട്ടിയോട് ഓർമ്മപ്പെടുത്തിയപ്പോ കുട്ടി ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനേ, ഇന്ന ബി ഹാദാ യഉഖുനീ, എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്, എന്റെ വാപ്പയാണ് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. മസ്തൻജബ ഉമ്മീ, എന്റെ വാപ്പ എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തതല്ല. ഇസ്തറാഹാ ബി 400 ദറഹിമ, 400 ദിർഹമിനാണ്, 400 സ്വർണ്ണ നാണയത്തിന് എന്റെ വാപ്പ കമ്പോളത്തിലെ കച്ചവടച്ചരക്കായിരുന്ന അടിമസ്ത്രീയായിരുന്ന ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ്. എന്റെ ഉമ്മ സാലിഹത്തല്ല, എന്റെ വാപ്പ എന്നോടുള്ള കടമ പൂർത്തീകരിച്ചിട്ടില്ല. 2ാമത്തെ കടമയും എന്റെ വാപ്പ എന്നോട് പൂർത്തീകരിച്ചിട്ടില്ല. സമ്മാനി ജഅല വമാ ഹസന ഇസ്മി, എന്റെ പേര് നന്നാക്കിയിട്ടില്ല. എന്റെ വാപ്പ എനിക്ക് പേര് വെച്ചത് ജഅല എന്നാണ്. ജഅല എന്നാൽ അതിന്റെ അർത്ഥം കരിവണ്ടി എന്ന അർത്ഥമാണ്. കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ് എന്റെ വാപ്പ എനിക്ക് പേര് വെച്ചിട്ടുള്ളത്. കരിവണ്ട് മോനെ ഇവിടെ വാന്ന അതിന്റെ അർത്ഥം. ഹുഫാഷ് സംഭവം കേൾക്കാൻ നല്ല രസമുണ്ട്. ജഅല അറബി പദം അല്ലേ? ജഅല കരിവണ്ട് മോനെ എന്നാണ് അതിന്റെ അർത്ഥം. വളരെ ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, വമാ ഹസന ഇസ്മി, എന്റെ പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനി ജഅല, എനിക്ക് പേര് വെച്ചിട്ടുള്ളത് ജഅല എന്നാണ്. കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ്. തീർന്നില്ല. വമാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ കലാമിൽ നിന്ന് ഒരായത്ത് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മകൻ പരാതിപ്പെട്ടപ്പോ, ആ കുട്ടി പരാതിപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വാപ്പയുടെ നേരെ മുഖം ചുവപ്പിച്ചുകൊണ്ട് തിരിയുകയാണ്. ആ കുട്ടിയുടെ പിതാവിന്റെ നേരെ തിരിയുകയാണ്. ആ കുട്ടിയുടെ പിതാവിനോട് ചോദിക്കുകയാണ്, ഇന്നക ഖുൽത അന്ന ഇബ്നക ഖദ് യഅഖുക്,
നീയല്ലേ പറഞ്ഞത് നിന്റെ മകൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന്. പക്ഷേ കാര്യം അങ്ങനെയല്ല, നീ അതിനേക്കാൾ മുമ്പേ അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവനോടുള്ള ബാധ്യതകളെ ശ്രദ്ധിക്കാത്ത സഹോദര, മാറി നിൽക്കണേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വെളിയത്താണ് ലീഗ് ജംഗ്ഷനിലുള്ള മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. നമ്മുടെ മക്കൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ടത് നല്ല ദീനാണ്. മക്കൾക്ക് നിർബന്ധമായും നൽകേണ്ടതാണ്. അവരുടെ പേര് നല്ലതുപോലെ നന്നാക്കണേ. സാലിഹീങ്ങളായി തീരാൻ ബന്ധപ്പെട്ടതാണ് പേര് നന്നാക്കൽ. ആ പേരിലൂടെയാണ് നാളെ മഹ്ശറിൽ മക്കളെ വിളിക്കപ്പെടുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ മക്കളും ചേർത്തിട്ടാണ് മഹ്ശറിൽ വിളിക്കപ്പെടുക. അതുകൊണ്ട് പേര് നന്നാക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പേര് നമ്മൾ നന്നാക്കി കൊടുക്കണം. അതിലൂടെ മക്കൾക്ക് നന്നാവാൻ സാധിക്കുന്നതാണ്. ആ മക്കൾക്ക് പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധം കൊടുക്കണം. മദ്രസ വിദ്യാഭ്യാസം നിർബന്ധമാക്കണം. ഇതാ വേനൽ അവധി എത്തിയിരിക്കുകയാണ്. മക്കളെ നിങ്ങൾ വണ്ടർലയിലേക്ക് ടൂർ പ്രോഗ്രാമിന് അയക്കരുതേ. അവരെ നിങ്ങൾ കൊണ്ടുപോകരുതേ. കുടുംബങ്ങളുടെ വീടുകളിലെ സന്ദർശനത്തിന് വേണ്ടി മക്കളെ മദ്രസ കട്ട് കൊണ്ടുപോകരുതേ. മദ്രസയുടെ സമയങ്ങൾ നിങ്ങൾ ഹരിക്കരുതേ. അത് നിങ്ങൾ തിരസ്കരിക്കരുതേ. ആ മദ്രസ വിദ്യാഭ്യാസത്തെ അന്യവൽക്കരിക്കരുതേ. പല ആളുകളും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രങ്ങളാണ്. മദ്രസ എന്ന് മുദ്ര കുത്തുമ്പോഴും അതിന് സംഭാവന വെച്ചുകൊണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആംഗ്യം കാണിക്കുന്ന മുസ്ലിമായി, ഇരുമുഖമുള്ള മുസ്ലിമായി നീ മാറരുതേ. നിന്റെ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ് മക്കൾക്ക് ദീൻ നൽകണേ, നീ നൽകണേ. ആ മക്കൾ അതിലൂടെ സാലിഹാകട്ടെ. നാളെ മരിച്ച് നമ്മൾ ഖബറിൽ കിടക്കുമ്പോഴും മക്കൾ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബീ, വാപ്പാ അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകട്ടെ. അസ്സലാമു അലൈക്കും യാ ഉമ്മി, ഉമ്മ അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളാകുന്ന മക്കളെ വേണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുയായികൾ ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ് യാ റസൂലല്ലാഹ്. നബിയേ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ ഹാൽ വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സഹാബ. ഖീല വമൽ ഹാൽ വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്. നബിയേ എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, സഹാബാ ഇദാ ഖതമ ഖതമത ഇസ്താനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും പൂർത്തീകരിക്കലാണ്. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധം വെക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ അവർ തീർച്ചയായും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണ് ചെയ്യുന്നതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ പരിശുദ്ധമായ ഈ സമയങ്ങൾ, ഈ പരിശുദ്ധമായ റജബ് നമ്മൾ വിട പറയുകയാണ്. ഇനി ശഅബാൻ നമ്മളിലേക്ക് കടന്നു വരുകയാണ്, റമളാൻ നമ്മളിലേക്ക് കടന്നു വരുകയാണ്. ഇനി കേവലം 33 ദിവസങ്ങൾ കഴിയുമ്പോൾ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ആരാണ് സഹോദര നന്നായിട്ടുള്ളത്? കഴിഞ്ഞ റമളാനിലെ നോമ്പുകൾ ഖളാ വീട്ടാനുള്ള സഹോദരിമാരില്ലയോ? നമസ്കാരങ്ങൾ ഖളാ വീട്ടാനുള്ള ചെറുപ്പക്കാരില്ലയോ? ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നാവുള്ളവരില്ലയോ? ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് സമയങ്ങളെ കൊന്നു തീർക്കുന്ന ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, നമ്മുടെ നാവൊന്ന് നന്നാക്കണേ, നമ്മുടെ അവയവങ്ങളൊന്ന് കോച്ചു വിലങ്ങിടങ്ങണേ, അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തിരിക്കണേ. നമസ്കാരം ചിട്ടവെച്ച് നാളെ നോമ്പ് പിടിക്കുന്നതിലൂടെ നോമ്പിനെ ഒന്ന് വരവേൽക്കാനുള്ള ആർജവും കണക്കെടുത്ത് നമസ്കാരങ്ങൾ ചിട്ടവെച്ച്
പരിശുദ്ധ നമസ്കാരങ്ങളിൽ ആർജവത്തോടുകൂടി ജുമുഅ ജമാഅത്തുകളിലേക്ക് പുരുഷന്മാർ കടന്നു ചെന്ന് സ്ത്രീകൾ ആദ്യ വഖത്തിൽ വീടിന്റെ അകത്തലങ്ങളിൽ തന്നെ നമസ്കാരം നിർവഹിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് ഒന്ന് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ റബ്ബേ, നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് മക്കളോടുള്ള കടമകൾ പാലിച്ച വിഷയത്തിൽ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ. അല്ലാഹ്